നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഡൈനമൈറ്റ് മഷ്റൂമിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇതിനു മുൻപ് തയ്യാറാക്കിയിരുന്നത് ചിക്കൻ ആയിരുന്നു. ആ സെയിം റെസിപ്പി തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ചിക്കൻ ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടായിരുന്നു ഇൻസ്റ്റ വഴി. ഒരുപാട് സന്തോഷം തോന്നി. വെജിറ്റേറിയൻകാർക്ക് ഇനി വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി വെച്ചിട്ട് തന്നെ മഷ്റൂമിന്റെ റെസിപ്പി വെച്ചിട്ട് തന്നെ ഗോബി, അതായത് കോളിഫ്ലവർ ചെയ്യാം, അതുപോലെ പൊട്ടറ്റോയും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് മഷ്റൂം തന്നെയാണ്. അപ്പോൾ ഇനി ഒട്ടും മടി വിചാരിക്കാതെ, ഒട്ടും സമയം കളയാതെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുക, നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഡൈനമൈറ്റ് മഷ്റൂം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഡൈനമൈറ്റ് മഷ്റൂം തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബട്ടൺ മഷ്റൂം ആണ്. നിങ്ങൾക്ക് ഏത് മഷ്റൂം വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ഈ ടൈപ്പ് മഷ്റൂമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ 15 മീഡിയം മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വെയിറ്റ് പറയുകയാണെങ്കിൽ 250 ഗ്രാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ 2-3 വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മഷ്റൂം എടുക്കുക, ബട്ടൺ മഷ്റൂം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. സത്യം പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാറില്ല, ഞാൻ തൊലിയൊന്നും ഒലിച്ച് കളയാറില്ല. ചിലവർ അതിന് കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഇതേപോലെ നമുക്ക് തൊലി ഒലിച്ച് ഇതിൻ്റെ മേലത്തെ ഭാഗം പാട പോലെ അങ്ങ് ഒലിച്ച് കളഞ്ഞാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പക്ഷെ ചെയ്യാറില്ല. അത് ചെയ്യാറുള്ളത് എപ്പോഴാണെന്നറിയോ? ഇച്ചിരി ഓൾഡ് ആയിട്ടുണ്ടെങ്കിൽ, കുറച്ച് പഴയതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഒലിച്ച് കളയും. പക്ഷെ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളയാറില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഷ്റൂമിനെ മുറിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഷ്റൂം ഗ്രേവി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചെറുതാക്കി മുറിക്കുന്ന പോലെ മുറിക്കാൻ പാടില്ല. നമുക്ക് ഒരു പീസിനെ, പകുതി പീസിനെ 3ആയിട്ട് മുറിക്കുക. അത്രയെങ്കിലും തിക്നെസ് വേണം, എന്നാൽ മാത്രമാണ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് ഇരിപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓവറായിട്ട് തിന്നായി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി തിക്നെസ് വേണം കേട്ടോ. അപ്പം അതുപോലെ തീരെ ചെറിയ മഷ്റൂം ആണെങ്കിൽ 4ആയിട്ട് മുറിച്ചാൽ മതി. ഇതുപോലെ മഷ്റൂം ജസ്റ്റ് 4ആയിട്ട് മുറിക്കുക. വലുതാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഇത്രയെങ്കിലും തിക്നെസ് ഇതിന് വേണം. ഞാനിവിടെ മഷ്റൂം എല്ലാം ഇതുപോലെ മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ആദ്യം തന്നെ എടുക്കാം. അപ്പോൾ നമുക്കിത് മഷ്റൂം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഒരുപാടൊന്നും വേണ്ട, കാരണം മഷ്റൂം ആയതുകൊണ്ട് ചിക്കനിൽ ഉപയോഗിച്ച അത്ര സ്പൈസ് ലെവൽ വേണ്ട നമുക്ക്. അപ്പോൾ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് സോയാ സോസ്. അതായത് ഡാർക്കും അല്ല ലൈറ്റും അല്ല. ഓൾ പർപ്പസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതേസമയം ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. ഞാൻ ചിക്കൻ ഡൈനമൈറ്റ് ഉണ്ടാക്കിയപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു നല്ല ഡാർക്ക് കളറിൽ ഇരിപ്പുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഓൾ പർപ്പസ് ആണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അല്ലെങ്കിൽ വെളുത്തുള്ളി പൗഡർ. ഞാനിവിടെ വെളുത്തുള്ളി ഉണക്കി പൊടിച്ച പൗഡർ എൻ്റെ അടുത്തുള്ള കാരണം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മഷ്റൂം ആയതുകൊണ്ട് ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, വെജിറ്റേറിയൻ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഒറിഗാനോ, അല്ലെങ്കിൽ സീസണിങ്, ഇറ്റാലിയൻ സീസണിങ് ഒരുമിച്ചുള്ളതും വാങ്ങിക്കാൻ കിട്ടും, അതായാലും 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ മഷ്റൂം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തായാലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മയോയുടെ മിക്സ് തയ്യാറാക്കാം. ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എഗ്ലെസ് മയോണൈസാണ് എടുത്തിരിക്കുന്നത്, മുട്ട ചേർക്കാത്ത മയോണൈസ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ 1 കപ്പ് മയോണൈസ് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സീരച്ച ഹോട്ട് ചില്ലി സോസ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള ബ്രാൻഡ് ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല എരിവുള്ള ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താൽ മതി. റെഡ് കളർ തന്നെ കേട്ടോ, പച്ച കളർ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് കളർ തന്നെ വേണം ഇതിലേക്ക്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ചില്ലി സോസ് അത് ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ സീരച്ച ഉള്ള കാരണം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ.
കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല. അപ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ആദ്യം ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. അതുപോലെ തന്നെ അന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്ന സ്വീറ്റ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. അപ്പം നിങ്ങളുടെ അടുത്ത് സ്വീറ്റ് ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് വരെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കാരണമാണ് ഞാൻ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറയാതിരിക്കൂ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ്, മധുരമുള്ള സോസ്. ഇത്രയും സോസിൽ ഒഴിച്ചല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, അതായത് വെളുത്തുള്ളിയുടെ പൊടി അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹണി, അതായത് തേൻ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം വറുത്ത് ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. അടിപൊളി, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആദ്യം ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ മാത്രം ചേർത്തും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആട്ട മാത്രം ചേർത്തും ഉണ്ടാക്കാം. പക്ഷെ അല്ലെങ്കിൽ അതിന് കോൺഫ്ലോറിന് പകരമായിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്താലും മതിയാവും. ഒരു ക്രിസ്പി എഫക്റ്റ് കിട്ടണം, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതിയാകും. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടാതെ 1/2 ഗ്ലാസ് സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതായത് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം ഒന്നുമല്ല. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് രസം നോക്കിയപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. ഇനി എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 1/2 ടീസ്പൂൺ ആകെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കുക. എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇട്ട് കൊടുത്താൽ എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്കിതങ്ങ് വറുത്തെടുക്കാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മീഡിയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മൊരികിനെ വരെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ നമ്മുടെ 1/4 കിലോ മഷ്റൂം ഫ്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒട്ടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അവർ ഭയങ്കര കൂട്ടായിട്ട് ഇരിപ്പുണ്ടാവും, 2-3 പേര് ഉറ്റ സ്നേഹിതരെ പോലെ. നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് വിടിയിച്ച് കൊടുക്കുക, സ്വതന്ത്രരാക്കുക അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം, പോരെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചൂടോട് കൂടി ക്രിസ്പി ആയിരിക്കുന്ന സമയത്ത് വേണ്ടത് സെർവ് ചെയ്യാൻ. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം വേണ്ടി, ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, അവരങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സെയിം തന്നെ നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ചെയ്യാം, പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം മഷ്റൂമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കാരണം ചെറിയ തണ്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊറിയാണ്ടർ ലീവ്സ് ആണോ എന്ന്, മല്ലിയിലയാണോ എന്നല്ല, നമ്മുടെ വീട്ടിലെ കൊച്ചു തണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഡൈനമൈറ്റ് മഷ്റൂം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനൊരു വായ നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് നോക്കട്ടെ. ആ ക്രഞ്ചിനെസ്സോട് കൂടി കഴിക്കുമ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. പുളിയും മധുരവും എരിവും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മഷ്റൂം വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോളിഫ്ലവർ വാങ്ങിക്കുമ്പോഴോ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരിക. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. So what are we making today? Kung pao tofu.
focus writing recipe. Easy peasy recipe. Cashew nuts. For the sauce, we have rice vinegar, Rice vinegar. dark soy sauce, and sugar. sugar. അത് പിടിക്കുന്നില്ല. ആ ചേട്ടനെ ഒരു പണി കൊടുത്തതാ. കുറച്ച് ചെറിയുള്ളി ക്ലീൻ ചെയ്തതാണ്. കുറെ നാളായിട്ട് ഇപ്പൊ എന്നെ സഹായിക്കണില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. മോനും പണി കൊടുത്തിട്ടുണ്ട് പാത്രം കഴുകാൻ. അവനെന്താന്ന് വെച്ചാൽ അമ്മ ഇത് ഉണ്ടാക്കി കൊടുത്ത കാരണം അന്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ ഗ്രേറ്റിന്റെ കിച്ചണിനൊക്കെ നിങ്ങള് വെറുതെ സിനിമ എടുക്കുക. ഞങ്ങളുടെ ഒക്കെ ഒരു ഗതി കണ്ട ഇതാണ് ഗ്രേറ്റ്. Yes. ഓ This is our great Indian kitchen. Yeah. Sharing and caring. ശരി, ഇങ്ങനെ കറി. പഠിക്കാം. കൊടുക്ക പണി. പഠിച്ചോണ്ടിരിക്കാം. ആ